ഓസിലേഷൻ്റെയും ആ ഓസിലേഷൻ നടന്ന വേവ്സിൻ്റെയും സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഇത്. ഇതിൽ ഒരേ നീളത്തിലുള്ള രണ്ട് നൂലുകൾ കാണാം. ഒരേ നീളത്തിലുള്ള രണ്ട് നൂലുകൾ. ഇതിൽ ഇങ്ങനത്തെ രണ്ട് ജോഡി ഉണ്ട്. ഒരേ നീളത്തിലുള്ള രണ്ട് നൂലുകൾ, അങ്ങനത്തെ ഒരേ നീളത്തിലുള്ള രണ്ട് ജോഡി, അങ്ങനത്തെ രണ്ട് ജോഡി ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു സ്ട്രിങ്ങിൽ ഒരു വെയിറ്റ് തൂക്കിയിട്ട് അതിങ്ങനെ ഫ്രീ ആയിട്ട് ഓസിലേറ്റ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ പീരീഡ്, അതായത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം, അതായത് ഇവിടെ തുടങ്ങി അവിടെ വരെ പോയിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നു, അതിനെടുക്കുന്ന സമയം, ഇതിനാണ് ഇതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത്. പീരീഡ് ഓഫ് ഓസിലേഷൻ, പീരീഡ് ആ സമയം, അതിനാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യും, അതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി എന്നുള്ളത്. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ലെങ്ത്തിനെ അഫക്റ്റ് ചെയ്യും. ലെങ്ത്ത് കൂടിയാൽ ഇതിന്റെ ഫ്രീക്വൻസിയും കൂടും. ഫ്രീക്വൻസിന്റെ ലെങ്ത്തിനെ അഫക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആ ലോക്കൽ ഫ്രീക്വൻസിയിലായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്നുള്ളത്. നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പൊ ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും. അതുപോലെ ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും. പക്ഷെ ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് സെയിം ആയിട്ടുള്ള ഫ്രീക്വൻസികൾ വേറെ ഒന്നുമില്ല. ഇതിന്റെ വേറെ ഒന്നുമില്ല, അത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇത് വേറൊരു നൂലിന്റെയാണ് ഇത് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇതിൽ ഒരു വൈബ്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ നൂലിൽ കൂടി പാസ് ചെയ്യും. ഈ വേവ്സ് ഈ നൂലിൽ കൂടി പാസ് ചെയ്യും. അത് നോക്കാം. ഇതിൽ വൈബ്രേഷൻ ഉണ്ട്, ഇത് നൂലിൽ പാസ് ചെയ്തു. അപ്പൊ ഇതിനോട് അടുത്ത ലെങ്ത് ഉണ്ട്, ഇത് മാത്രമേ ഇപ്പൊ കൂടുതലായിട്ട് വൈബ്രേറ്റ് ചെയ്യുള്ളൂ. നോക്കാം. ഈ നൂലാണ് വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫ്രീക്വൻസിയിലാണ് നൂല്, ഈ ഫ്രീക്വൻസിയിലുള്ള വേവാണ് നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതിന്റെ സെയിം നാച്ചുറൽ ഫ്രീക്വൻസിയുള്ള ഇതിലായിരിക്കും വൈബ്രേഷൻ കൂടുതലായിട്ട് കാണുന്നത്. കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാവും. അതിലാണ് കൂടുതലുള്ളത്. അത് അങ്ങനെ ട്രാൻസ്മിഷൻ ചെയ്യും. ഇത് രണ്ടും ഓരോ ഫ്രീക്വൻസികളും രണ്ടും ഇതിൽ ഒരേപോലെ ഓസിലേറ്റാണ്. ഓസിലേഷൻ കുറച്ച് കൂടി വരും. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരും. ഇതിന്റെ ഡബിൾ ആംപ്ലിറ്റ്യൂഡ് വരും. ഇങ്ങനെ ഒരേ ഫ്രീക്വൻസിയുള്ള രണ്ട് വേവുകൾ കൂട്ടിയിടിക്കുമ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇരട്ടിയായിട്ട് മാറും. ഇതിനെ നമ്മൾ റെസ്പോണൻസ് എന്ന് പറയുന്നത്. വൈബ്രേഷൻ കൂടി, രണ്ടും കൂടി വന്നപ്പോൾ ഓസിലേഷൻ കൂടി, വൈബ്രേഷൻ കൂടി, അതാണ് റെസ്പോണൻസ് എന്ന് പറയുന്നത്. ഈ റേഡിയോ ട്യൂണിങ്ങിലൊക്കെ ഈ റെസ്പോൺസ് ആണ് ഉപയോഗിക്കുന്നത്. റേഡിയോ ട്യൂണിങ്ങിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് മനസ്സിലാക്കാൻ ഇതില് റേഡിയോയില് ഈ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് വിവിധ ഫ്രീക്വൻസികളുള്ള വേവ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം. അതിന് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ റേഡിയോ ഇതിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രം പിടിച്ചെടുക്കാൻ പാകത്തിന് ട്യൂൺ ചെയ്ത് വെച്ചിട്ട്, അതായത് ആ സർക്യൂട്ടിൽ നാച്ചുറൽ ഫ്രീക്വൻസി നമുക്ക് റിസീവ് ചെയ്യുന്ന ഫ്രീക്വൻസി ഏതാണോ ആ ഫ്രീക്വൻസി ആയിരിക്കും അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് സെറ്റ് ചെയ്തായിരുന്നു. ഇപ്പൊ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് റേഡിയോ എന്ന് വിചാരിച്ചാൽ അതിൽ ഈ ലെങ്ത്തിനനുസരിച്ച് ഇതൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന് നാച്ചുറൽ ഫ്രീക്വൻസിയാണ് റിസീവ് ചെയ്യുന്നത്. നാച്ചുറൽ ഫ്രീക്വൻസിയിലുള്ള വേവ്സ് ഇതൊക്കെ വിവിധ സ്റ്റേഷനിൽ നിന്ന് വേവ്സ് ആണെങ്കിൽ ഇത് റേഡിയോ ട്യൂൺ ചെയ്തിരുന്നു. ഇതൊരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് പറഞ്ഞതിൽ ഈ ഫ്രീക്വൻസിയിലുള്ള വേവ്സിനെ മാത്രം ഇത് പിടിച്ചിരുന്നു. ബാക്കി വേവ്സിനൊന്നും പിടിച്ചിരുന്നില്ല. ബാക്കി വേവ്സൊന്നും നമ്മൾ അതിൻ്റെ കൂടില്ല. ഇപ്പൊ ആ വേവ് എന്തായാലും നോക്കണില്ല. ഈ വേവ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അത് പിടിച്ചെടുത്തിട്ടില്ല. ഈ വേവ് വന്നിട്ടും അതിന്റെ വൈബ്രേഷൻ വളരെ ചെറുതായിട്ടുള്ള അതൊന്നും വൈബ്രേഷൻ കൊണ്ടാണ് അത് നമ്മൾ റേഡിയോയിലേക്ക് ഡിസ്റ്റോർഷൻ എന്നുള്ളതാണ്.
ഈ ഫ്രീക്വൻസിയുള്ള വേവ് വന്നാൽ അത് ട്രാൻസിസ്റ്റർ പിടിച്ചത് അത് അതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് അതിന്റെ സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോയ്ക്ക് നഷ്ടം. ഈ ഫ്രീക്വൻസിയിലുള്ള കറണ്ടായിരിക്കും അതിൽ തോന്നുന്നത്. ഈ ഫ്രീക്വൻസിയുള്ള പിടിച്ചെടുക്കുന്നത്, ഈ ഫ്രീക്വൻസിയിലുള്ള വേവ്സ് ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കും, അതിനെ മാത്രം പിടിച്ചെടുക്കും. ഇങ്ങനെ റേഡിയോ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെയ്യുന്നത്. റേഡിയോ മാത്രമല്ല, റേഡിയോ ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടി വിയിലെ ഇതായാലും കേബിളിലായാലും ഇതായാലും ട്യൂൺ ചെയ്യുന്നത് ഈ ഒരു ട്യൂൺ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഇതാണ്. ഇതിപ്പോൾ മുന്നിൽ കെട്ടി കാണിച്ചിരുന്നു ഒരു ഇലക്ട്രിക് സിഗ്നലായിട്ട് ആണ്, വൈദ്യുത കാന്തികമായിട്ടാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് ഇലക്ട്രോൺസ് ആണ് അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത് ഇതായിട്ട് വന്നത്. അതിന്റെ പ്രിൻസിപ്പിൾ ഇത് ചെയ്യണമാണ്. പ്രിൻസിപ്പിൾ ഒന്നുകൂടി നോക്കാം. രണ്ട് ഞാൻ പാർട്ടി വിട്ട പോലെയല്ല, അതില് കുറച്ചും കൂടി കൂടുതലായിട്ട് അതില് ആ പീരീഡ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്ര ഹൈറ്റ്, നമ്മുടെ എത്ര മാക്സിമം എത്ര ഹൈറ്റ്, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. മാക്സിമം എത്ര ഡിസ്പ്ലേസ്മെന്റ്, അതിനാണ് ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത്. അത് ഒരേപോലെ രണ്ടും ഒരേപോലെ വെച്ചുകൊണ്ടല്ലേ വരുള്ളൂ. ഡിഫറെന്റ് ആണെങ്കിൽ രണ്ടും കൂടി കൂട്ടി വെച്ചിട്ട് വേറെ വേറെ ആയിരിക്കും വേണ്ടത്.